السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നേടിയെടുക്കാവുന്ന ഏതാനും വഴികളെ സംബന്ധിച്ച്, നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുത്താൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല എന്ന് മനസ്സിലാക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ, അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം. അതിൽ നിന്ന് ഒരു റഹ്മത്താണ് ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കും ജീവജാലങ്ങളിലേക്കും അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നാണ്. കോടാനുകോടി ജിന്നുകൾ, കോടാനുകോടി മനുഷ്യന്മാർ, കോടാനുകോടി ജീവജാലങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങൾ, വന്യമൃഗങ്ങൾ, ഇതെല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് പരസ്പര കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിനാണ്. ഈ ഒരു കാരുണ്യം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ 100 റഹ്മത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഫബിഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. ഈ മൃഗങ്ങളൊക്കെ പരസ്പരം വാത്സല്യവും സ്നേഹവുമൊക്കെ കാണിക്കുന്നത്, ഒരു വന്യമൃഗം പോലും അതിൻ്റെ കുഞ്ഞിന് തൻ്റെ കാലുകൊണ്ട് അപകടമുണ്ടാവാതിരിക്കാൻ ആ കുഞ്ഞിൽ നിന്ന് തൻ്റെ കാലിനെ മാറ്റിവെക്കുന്നത് പോലും അതിൻ്റെ ഒരടയാളമാണ്. വഅഖറല്ലാഹു 99 റഹ്മതൻ, 99 റഹ്മത്തും അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അത് ഖിയാമത്ത് നാളിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, മുഅ്മിനുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ബാക്കി 99 എന്ന് പറഞ്ഞാൽ 100 റഹ്മത്തും അവിടെ ലഭിക്കുന്നർത്ഥം. അതിലൊന്ന് ഇവിടെ തന്നെ കിട്ടും. എന്നാൽ പരലോകത്ത് ഈ 100 റഹ്മത്തും അള്ളാഹു മാറ്റിവെച്ചത് മുഅ്മിനുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ റഹ്മത്ത് എത്ര വലുതായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും റഹ്മത്തായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഉമ്മ തൻ്റെ കുട്ടി ഒരു തീക്കൊള്ളി എടുക്കുന്നത് കണ്ടാൽ ഓടി ആ തീക്കൊള്ളി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഒരു ചെറിയ പോറൽ പോലും തൻ്റെ മകന് ഉണ്ടാവാൻ പാടില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്താൽ പോലും അങ്ങനെയാണ്. അങ്ങനെ ഉമ്മ കാണിക്കുന്ന റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ട ഒന്നാണെങ്കിൽ, ഈ 100 റഹ്മത്ത് നൽകുന്ന റബ്ബ് തൻ്റെ അടിമയെ തീയിലിടുമോ? അപ്പോൾ അത് അതിനേക്കാളൊക്കെ മേലെയാണ്. അപ്പോൾ റഹ്മാനായ ആ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നരകത്തിൽ പോവേണ്ടി വരികയില്ല. ഇൻഷാ അള്ളാഹ് ആ റഹ്മത്തിൻ്റെ 100 അടയാളവും അള്ളാഹു നൽകാൻ വേണ്ടി ഒരുക്കി വെച്ച സ്വർഗലോകത്ത് അവർ പ്രവേശിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു റഹ്മത്ത് നേടിയെടുത്തെങ്കിൽ അല്ലാതെ വിജയിക്കാനും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറയുകയാണ്, സദ്ദിദു വഖാരിബു വഅബ്ശിറു. സദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വെ നിലനിൽക്കണം, അഥവാ മൻഹജിൽ നിന്ന് തെറ്റിപ്പോവരുത്, അഖീദയിൽ പിഴവുണ്ടാവരുത്. വഖാരിബു, ഖാരിബു എന്ന് പറഞ്ഞാൽ സാധിക്കുന്നത്ര നന്മകൾ ചെയ്യുക. എല്ലാ ഖൈറും ഒരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന നന്മകളൊക്കെ ചെയ്യുക. അതേ സമയത്ത് അഖീദയിൽ പിഴവില്ലാതിരിക്കുകയും ചെയ്യുക. വ അബ്ശിറു, നിങ്ങൾ സന്തോഷിക്കൂ, അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിക്കൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ലാ യുദ്ഖിലു അഹദൻ അൽ ജന്നത അമലുഹു, നിങ്ങളിൽ ഒരാളെയും അവൻ്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളും? നബിയുടെ അമൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രയോ ആണ്. നേരം വെളുക്കുന്നത് വരെ ഖിയാമുൽ ലൈൽ നമസ്കരിക്കും. അപ്പോഴും നബിയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ
ഉറങ്ങുകയായിരിക്കും. വിത്റിൻ്റെ സമയമായാൽ അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കും, വിത്ർ നമസ്കരിക്കാൻ വിളിക്കും. കാരണം നബിയുടെ ആ ഇബാദത്തിലേക്ക് എത്താൻ സ്വഹാബത്തിന് പോലും സാധിച്ചിട്ടില്ല, സ്വഹാബികൾക്ക് പോലും സാധിച്ചിട്ടില്ല. അത്രയും വലിയ അമലിൻ്റെ ഉടമസ്ഥനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ അമലിൻ്റെ ഉടമയായ നബിയോട് ചോദിക്കണം, നബിയെ നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റൂലേ? കാരണം അത്രയും ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വല അന, എനിക്കും പറ്റൂല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിമഗ്ഫിറത്തിൻ വറഹ്മ, അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ എനിക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. പ്രവാചകന് പോലും അമൽ കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയില്ലെങ്കിൽ ആ റഹ്മത്ത് നേടിയെടുക്കലാണ് പ്രധാനം. ആ റഹ്മത്തിൻ്റെ വലിപ്പമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ റഹ്മത്ത് നേടിയെടുക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സദ്ദിദു വഖാരിബു, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വബിശിറു, സന്തോഷിച്ചോളൂ. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതിൽ 10ഓളം കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ഒരു ദർസിൽ മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തത് ഈമാനും തഖ്വയും തന്നെയാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തു അൽ അറാഫിലെ 156 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. ഇത് അള്ളാഹുവിൻ്റെ വാസിആയ റഹ്മത്ത്. അതിൽ മുസ്ലിമും അമുസ്ലിമും പെടും, സ്വാലിഹും ഫാജിറും പെടും, അധർമ്മകാരിയും നല്ലവനും എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും കിട്ടുന്ന റഹ്മത്താണത്. വറഹ്മതി വസിഅത് കുല്ല ഷൈ. എന്നാൽ അതിൻ്റെ ഖാസായ നേരത്തെ പറഞ്ഞ 99 അടക്കം 100 റഹ്മത്തും ഫസഅക്തുബുഹാ, ഞാനത് പ്രത്യേകം രേഖപ്പെടുത്തും, ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. തഖ്വയോടുകൂടി ജീവിക്കുന്ന അഥവാ വിധിവിലക്കുകൾ പാലിക്കലാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു സബബാണ്, സ്വർഗത്തിൻ്റെ വിലയല്ല. അതാണ് അമല് കൊണ്ട് സ്വർഗത്ത് പോകില്ല എന്ന് പറഞ്ഞത്. മറിച്ച് പിന്നെ എന്താണ്? സബബാണ്. എന്താണ് ആ സബബ്? ധാർമ്മികത കാത്തു സൂക്ഷിക്കണം, ഹറാമുകൾ ചെയ്യാതിരിക്കണം, അള്ളാഹു പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വേണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. വയുഅ്തൂന സകാ, സകാത്ത് നൽകണം. സകാത്ത് നൽകുന്നവരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കും. സകാത്ത് നൽകുന്ന ആളുകൾ തീർച്ചയായും സദഖയുടെ ആളുകളായിരിക്കും. കാരണം സദഖ നൽകുന്നവരിൽ പോലും കാണാത്തൊരു സ്വഭാവമാണ് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. അത് സദഖ ചെയ്യുന്നുണ്ടല്ലോ അത് മതി എന്നാണ്. സദഖ വേറെയാണ്, സകാത്ത് വേറെയാണ്. സകാത്ത് നൽകുന്ന ആൾ തീർച്ചയായും സദഖ നൽകുന്ന ആളായിരിക്കും. പക്ഷെ സദഖ നൽകുന്നവരെല്ലാം സകാത്ത് കൊടുത്തോളണമെന്നില്ല. അതുകൊണ്ടാണ് വയുഅ്തൂന സകാ, അവർ സകാത്ത് നൽകണം. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയാത്തുകളിൽ വചനങ്ങളിൽ അവർ വിശ്വസിക്കുകയും വേണം. അവരുടെ അടയാളമാണ് അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു അവൻ്റെ 100 റഹ്മത്തും രേഖപ്പെടുത്തി സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനം നൽകാൻ തഖ്വയും ഈമാനും സകാത്ത് നൽകലും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ, അത് അതിൻ്റെ കൂടെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സൂറത്തു ആലു ഇമ്രാനിലെ 132 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅതീഉല്ലാഹ വർ-റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഉലമാക്കൾ പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം. അതാണ് നമ്മുടെ മസ്ദറുകൾ, സ്രോതസ് എന്ന് പറയുന്നത്. അൽ ഖുർആനു വസ്സുന്ന, അള്ളാഹുവിനുള്ള അനുസരണം ഖുർആനിനെ പിൻപറ്റുമ്പോഴാണ്, റസൂലിനുള്ള അനുസരണം പ്രവാചകന്റെ ചര്യയെ പിൻപറ്റുമ്പോഴാണ്. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചേക്കാം. ലഅല്ലക്കും തുർഹമൂൻ. അപ്പോൾ ഇതൊരു സബബാണ്. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി, ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അപ്പോൾ വിശ്വാസങ്ങളും കർമ്മങ്ങളുമൊക്കെ സ്വീകരിക്കുന്നിടത്ത് നമ്മൾ പ്രമാണമായി സ്വീകരിക്കേണ്ടത് ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ ദേഹേച്ഛയല്ല, നാട്ടുനടപ്പല്ല, നാട്ടിൽ പണ്ടേ നടന്നു വരുന്ന കാര്യങ്ങളല്ല, മറ്റാരെങ്കിലും പറഞ്ഞതല്ല. മറിച്ച് നമ്മളുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണോ
എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് സൂറത്തു അൽ ബഖറയിലെ 218 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വസിക്കുന്ന ആളുകൾ, വല്ലദീന ഹാജറു, ഹിജ്റ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു നാട്ടിൽ നിന്ന് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാതാകുമ്പോൾ, എങ്ങനെ ജീവിക്കാൻ പറ്റാതാകുമ്പോൾ, ആദർശാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റാതെയാകുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക. ഒരുപാട് ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങിയതാണിത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച നാട്ടിലല്ല മരണപ്പെട്ടത്, വേറൊരു നാട്ടിലേക്ക് അള്ളാഹു കൊണ്ടുപോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം അങ്ങനെ തന്നെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യവും അങ്ങനെ തന്നെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യവും അങ്ങനെ തന്നെ. മക്കയിൽ ജനിച്ചു, മദീനയിലാണ് വഫാത്തായത്, ഹിജ്റ പോവേണ്ടി വന്നു. അങ്ങനെ ഹിജ്റ പോകേണ്ട ഒരു സന്ദർഭം വന്നാൽ നാടും സ്വത്തുമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവർ, വജാഹദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ളവർ, അഥവാ ചിലപ്പോൾ അനിവാര്യമായും വേണ്ടിവരുന്ന ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള യുദ്ധങ്ങളടക്കമുള്ള മറ്റു ജിഹാദുകൾ, അതിനൊക്കെ സന്നദ്ധത കാണിക്കുന്ന ആളുകൾ, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പോൾ ആദ്യം ഈമാൻ സ്വീകരിക്കുന്നു, ആ ഈമാൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ നാടുവിടേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. പിന്നീട് അസത്യത്തിൻ്റെ വക്താക്കളുമായി പോരാടേണ്ടി വരുന്നു. അതിനൊക്കെ അവർ സന്നദ്ധമായത് അള്ളാഹുവിൻ്റെ റഹ്മത്തായിരുന്നു അവരുടെ പ്രതീക്ഷ. കാരണം അതിനേക്കാൾ വലുത് വേറൊന്നില്ല. ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്തിന് വേണ്ടി നാട് വിടേണ്ടി വന്നാൽ നാട് വിടാം. ആ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരും. കൊല്ലപ്പെടേണ്ടി വന്നാൽ, ഷഹീദുകളാവേണ്ടി വന്നാൽ ഷഹീദാവേണ്ടി വരും. പക്ഷേ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുക. അത് നേടിയെടുത്താൽ പരലോകത്ത് അവർ വിജയിച്ചു, ഏറ്റവും വലിയ കാരുണ്യത്തിൽ അവർ എത്തിപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. നാലാമത്തത് സൂറത്തുൽ അൻആമിലെ 155 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ ഒരു ഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, അൻസൽനാഹു, നാം ഇതിനെ ഇറക്കി തന്നിട്ടുള്ളത്, മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. എല്ലാ ബറക്കത്തും ഖുർആനിലാണുള്ളത്. അതുകൊണ്ട് ഫത്തബിഊ, നിങ്ങൾ ഖുർആനിനെ ഇത്തിബാഅ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഇമാമാക്കണം എന്നാണ്. ഏത് വിഷയത്തിലും ഖുർആൻ നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. അത് പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം വലിയ വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. ഈ രണ്ട് ചട്ടക്കുള്ളിൽ എന്താണെന്ന് മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും അറിയില്ല. അവർ അത് കയ്യിലെടുക്കുന്നുണ്ട്, ഷെൽഫുകളിൽ വെക്കുന്നുണ്ട്, ഓതി നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പലർക്കും അറിയില്ല. ചിലപ്പോൾ വളരെ വലിയൊരു ടെൻഷൻ അടിച്ചിട്ട് പ്രയാസത്തിലുള്ള ഒരാൾ പള്ളിയിൽ പോയി ഖുർആൻ ഓതുമായിരിക്കും. കാരണം ഏതൊരു മുസ്ലിമിനും ഒരു പ്രയാസം വന്നാൽ പള്ളിയിൽ പോയി ഖുർആൻ ഓതൽ അവരുടെ ഒരു രീതിയാണ്. ആ വ്യക്തിയുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പറയുന്ന ഒരുപാട് ആയത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ ആ പള്ളിയിൽ നിന്ന് ആ ഖുർആൻ ഓതി ഇറങ്ങിയപ്പോഴും ആ ടെൻഷൻ അയാൾക്ക് നിലനിൽക്കുന്നു. കാരണം ഈ പരിഹാരം പറഞ്ഞ ആയത്തോ അതിൻ്റെ അർത്ഥമോ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല. വേറെ ചില ആളുകളുമായി വലിയ ശണ്ടയിലായിരിക്കും. വിശ്വാസത്തിലോ മറ്റോ വിഷയത്തിൽ തൻ്റെ സുഹൃത്തുമായി വലിയ അഭിപ്രായ വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. സത്യത്തിൽ ആ തർക്കത്തിനുള്ള പരിഹാരം അന്നും അയാൾ ഓതിയിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ടുള്ള ആ വിഷയത്തിലുള്ള പരിഹാരമാണ് ഈ ആയത്തിലുള്ളത് എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. തൗഹീദിനെ സ്ഥാപിക്കുന്ന, ഷിർക്കിനെ എതിർക്കുന്ന ആയത്തുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അയാൾക്കത് മനസ്സിലായിട്ടില്ല. സുന്നത്തിനെ സ്ഥാപിക്കുന്ന, സുന്നത്തിനെ നിഷേധിക്കുന്നതിനെ എതിർക്കുന്ന ആയത്തുകളിലൂടെ അയാൾ കടന്നുപോയിട്ടുണ്ടാകും. പക്ഷേ അയാൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഖുർആനിനെ ശരിക്കും ഇത്തിബാഅ് ചെയ്യാണ് വേണ്ടത്. ഇത്തിബാഅ് ചെയ്യണമെങ്കിൽ ശരിക്കും അറിയണം, ഖുർആനിലുള്ളത് എന്താണെന്ന് അറിയണം. അപ്പോൾ മാത്രം ലഭിക്കുന്നതാണ് ലഅല്ലകും തുർഹമൂൻ. അതുകൊണ്ടാണ് ഫത്തബിഊഹു വത്തഖൂ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഖുർആനിനെ ഫോളോ ചെയ്യുകയും സൂക്ഷ്മത പുലർത്തുകയും വേണം. സൂക്ഷ്മത പുലർത്താൻ എപ്പോഴാണ് കഴിയുന്നത്? ഖുർആനിൻ്റെ ഉള്ളടക്കം അറിയുമ്പോൾ മാത്രമേ സൂക്ഷ്മത പുലർത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നത്? ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്.
സ്വഹാബികൾ നബിയുടെ കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ഉത്കണ്ഠകൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ. എക്കാലഘട്ടത്തിലും മനുഷ്യർക്കിടയിലുള്ള ഭിന്നതകളെ തീർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് മുഹൈമിനൻ അലി എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന മോഡറേറ്ററാണ് പരിശുദ്ധ ഖുർആൻ. ഈ മോഡറേഷൻ എന്താണെന്ന് അറിയണ്ടേ? യഹൂദ ക്രൈസ്തവർക്കിടയിലും ഇതര മതങ്ങൾക്കിടയിലും അല്ല, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള വിഭാഗീയതകൾക്ക് പോലും പരിഹാരം ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആനിനെ ഫോളോ ചെയ്യാൻ, പഠിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. അഞ്ചാമത്തത് സൂറത്തു അന്നൂറിലെ 56 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഖീമുസ്സലാഹ് വആതുസ്സകാഹ് വഅതീഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം, റസൂലിനെ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി രണ്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണെങ്കിൽ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം ഇഖാമത്തുസ്സലാഹ്, നമസ്കാരം നിലനിർത്തുക. നമസ്കരിക്കുക എന്നല്ല, മറിച്ച് നമസ്കാരത്തെ സ്ഥായിയായി സ്ഥിരമായി അതതിൻ്റെ വക്തുകളിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചയം നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. നമസ്കാരം നിലനിർത്തുന്നതിലൂടെയല്ലാതെ ഇഹത്തിലും പരത്തിലുമുള്ള ഖൈറുകൾ നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഒരാളെ ഈമാനിൽ നിന്ന് തന്നെ തെറിപ്പിച്ച് കളയുന്നതാണ് നമസ്കാരം ഉപേക്ഷിക്കൽ. ബൈനർ റജുലി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാഹ്. ഒരു വ്യക്തിയും കുഫറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അയാൾ കുഫറിലേക്ക് പോയി. ആ നമസ്കാരം പതിവായി നിലനിർത്തുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് എല്ലാ നിലക്കുമുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ 2 ഇടങ്ങളിൽ കാണാം വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങളുടെ എല്ലാ ഇസ്തിആനയും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടുമാണ്. അഥവാ റഹ്മാനായ റബ്ബിനോടുള്ള ഇസ്തിആന, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിന് വേണ്ടി തേടുന്നു. അപ്പോൾ നമസ്കാരം ഏറ്റവും വലിയ ഇസ്തിആനയാണ്. മുവഹിദുകളുടെ ഏറ്റവും വലിയ ഇസ്തിആന എന്ന് പറയുന്നത്, സഹായതേട്ടം എന്ന് പറയുന്നത് നമസ്കാരമാണ്. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമേറിയ ഒരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് നമസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ നമസ്കാരം ഏറ്റവും വലിയ ഇസ്തിആനയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ വസീലയാണ്. ആ നമസ്കാരം നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. ആറാമത്തത്, സൃഷ്ടികളോട് നാം കാണിക്കുന്ന കാരുണ്യം സ്രഷ്ടാവിൻ്റെ കാരുണ്യം നേടിത്തരാൻ കാരണമായി തീരും. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യർഹമുല്ലാഹ് മൻ ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല. ശരിക്കും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കെന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നഷ്ടപ്പെടുന്നു എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട്. എന്താണ്, എനിക്ക് ഒരുപാട് പ്രശ്നം എൻ്റെ കുടുംബത്തിലുണ്ട്, ഞാൻ എവിടെ പോയാലും എനിക്ക് അതിൽ ഒരു വിജയം, ഒരു ബർക്കത്ത് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് കച്ചവടത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, മറ്റു വിഷയങ്ങളിലാകട്ടെ, എവിടെയൊക്കെയോ എനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നഷ്ടപ്പെടുന്നത് പോലെ പലർക്കും തോന്നുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് എന്ന അന്വേഷണം പലപ്പോഴും നടക്കാറില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടത്, നമ്മൾ സമസൃഷ്ടികളോട് കാരുണ്യമുള്ളവരാണോ എന്ന് പരിശോധിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മയോട് ഏറ്റവും വലിയ കാരുണ്യം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ എന്ന് പറഞ്ഞ ആ കാരുണ്യത്തിൻ്റെ ചിറക് നമ്മൾ താഴ്ത്തിക്കൊടുക്കേണ്ട ഉമ്മയോടും ഉപ്പയോടുമുള്ള നമ്മുടെ സമീപനം എന്താണ്? അതിലെ ചെറിയ വേരിയേഷൻ മതി ജീവിതത്തിലെ മുഴുവൻ റഹ്മത്തും എടുക്കപ്പെട്ടു പോകാൻ. ഉമ്മയോടും ഉപ്പയോടും കാണിക്കേണ്ട കാരുണ്യം കൃത്യമായി കാണിക്കാത്തവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതിൽപ്പെട്ടതാണ് മക്കളും, ചെറിയ മക്കൾ. പ്രവാചകൻ പറഞ്ഞത് ലൈസ മിന്ന മല്ലം യർഹം സഗീറന. മക്കളോട് കരുണ കാണിക്കണം എന്നാണ്. നമ്മുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. അങ്ങേയറ്റത്തെ ദയയും വാത്സല്യവും അവരോട് കാണിക്കണം.
അവരെ ഉപദ്രവിക്കരുത്, അവരെ ചീത്ത പറയരുത്, അവരെ അനാവശ്യമായി അടിക്കരുത്, അവരെ അനാവശ്യമായി ആട്ടിയകറ്റരുത്. റഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. മർഹമത്ത് റഹ്മത്താണ്. ഇസ്ലാമിൻ്റെ അടയാളം എന്ന് പറയുന്നത് തന്നെ കാരുണ്യമാണ്, സർവത്ര കാരുണ്യമാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. അർറാഹിമൂൻ പരസ്പരം കരുണ കാണിക്കുന്നവർ, യർഹമുഹുമുർ റഹ്മാൻ അവിടെ അള്ളാഹുവിൻ്റെ സിഫത്താണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇസ്മാണ് പറഞ്ഞത്. അള്ളാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഇസ്മാണ് അർ റഹ്മാൻ. അപ്പോൾ അർ റഹ്മാനായ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആർക്കുള്ളതാണ്? പരസ്പരം കരുണ കാണിക്കുന്നവർക്കുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഇർഹമൂ അഹ്ലൽ അർദി യർഹമുക്കും മൻ ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ഉപരിലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ല, മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ല. ഒട്ടകത്തെ പരുഷമായി വലിച്ച ആയിഷ റളിയല്ലാഹു അൻഹയോടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, ആയിഷ, ആ മൃഗത്തോട് നിനക്കല്പം കാരുണ്യം കാണിച്ചുകൂടെ എന്ന്. ഒരു മൃഗം കാണെ മറ്റൊരു മൃഗത്തെ അറുക്കരുതെന്ന് പറഞ്ഞത് ആ കാരുണ്യത്തിൻ്റെ ഭാഗമല്ലേ? അറുക്കുമ്പോൾ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ഉപയോഗിക്കണമെന്ന് പറഞ്ഞതുപോലും ആ കാരുണ്യത്തിൻ്റെ ഭാഗമല്ലേ? നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തത് ആ ഒരു മൃഗത്തോട് തോന്നിയ കാരുണ്യമാണ്. അപ്പോൾ അള്ളാഹു കാരുണ്യത്തെ എത്രമാത്രം വിലമതിക്കുന്നു. അത് നായയോടാണെങ്കിലും. പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിലല്ലേ ആ സ്ത്രീക്ക് നരകത്തിൽ പോവേണ്ടി വന്നത്? ഒരു പൂച്ചയോട് കാരുണ്യം കാണിക്കാതിരുന്നപ്പോൾ അത് നരകത്തിന് കാരണമായി തീർന്നു. ഒരു നായയോട് കാരുണ്യം കാണിച്ചപ്പോൾ അത് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീർന്നു. ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ്. അത് തീവ്രവാദമോ ഭീകരവാദമോ ഒന്നുമല്ല, തൽപര കക്ഷികളുടെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. റഹ്മത്തിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ ബേസിലാണ് ഇസ്ലാം എന്ന മതം നിലകൊള്ളുന്നത് തന്നെ. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് ഈ ഹദീസിൻ്റെയും അതേപോലെ തത്തുല്യമായ ആയത്തുകളുടെയും വിശദീകരണം നിർവഹിക്കവേ അദ്ദേഹം പറഞ്ഞു, വറഹ്മത്തുൽ അബ്ദി ലിൽ ഖൽഖി മിൻ അക്ബരിൽ അസ്ബാബ് അല്ലതി തനാലു ബിഹാ റഹ്മത്തുല്ലാഹ് അല്ലതി മിൻ ആസാരിഹാ ഖൈറാത്തിദ് ദുനിയ വഖൈറാത്തുൽ ആഖിറ വഫഖ്ദുഹാ മിൻ അക്ബരിൽ ഖവാതിഇ വൽ മവാനിഇ ലിറഹ്മത്തില്ലാഹ്. സൃഷ്ടികളോട് കാണിക്കുന്ന കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ വഴികളിലൊന്ന്. ആർക്കാണോ അത് നഷ്ടപ്പെടുന്നത് അവൻ ഏറ്റവും വലിയ റഹ്മത്ത് തടയപ്പെട്ടവനായിത്തീരും. മനുഷ്യരോട് കരുണ വേണം, കാരുണ്യം കാണിക്കണം. ഇല്ല എങ്കിൽ അത് വലിയ അപകടമാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വഹാദിഹി റഹ്മത്തുല്ലതി ഫിൽ ഖുലൂബി തൽഹറു ആസാറുഹാ അലൽ ജവാരിഹി വൽ ലിസാനി ഫിസ്സഇ ഫി ഈസാലിൽ ബിർരി വൽ ഖൈരി വൽ മനാഫിഇ ഇലന്നാസ്. ഹൃദയത്തിൽ തോന്നുന്ന ഈ കാരുണ്യമാണ് പിന്നീട് നമ്മളുടെ ശരീരവയവങ്ങളിലും നമ്മുടെ നാവിലുമൊക്കെ അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. അങ്ങനെ നമ്മൾ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിത്തീരും. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം, വീടില്ലാത്തവർക്ക് വീട്, കടബാധ്യതയുള്ളവർക്ക് അത് വീട്ടിൽ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ തുടങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്ന ഘടകം പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടണം, അതിന് ഞാൻ സമസൃഷ്ടികളോട് കാരുണ്യം കാണിക്കണമെന്ന ചിന്തയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഏറ്റവും വലിയ റഹ്മത്ത് നേടിയെടുക്കുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബിസിനസ് ചെയ്യുന്നിടത്ത് പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഹിമല്ലാഹു അബ്ദൻ സംഹ. വിട്ടുവീഴ്ച സ്വഭാവം കാണിക്കുന്ന ഒരടിമയോട് അള്ളാഹു കാരുണ്യം കാണിക്കും. ഇദാ ബാഅ, ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ വിലയിൽ വാങ്ങുന്ന ആൾക്ക് ആശ്വാസം നൽകുന്ന വില പറയുക. അയാളുടെ ലാഭം നഷ്ടപ്പെടുത്തേണ്ടതില്ല. പക്ഷേ സംസാരിക്കുന്നിടത്തും കച്ചവടം ചെയ്യുന്നിടത്തൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ളൊരു കച്ചവടമുണ്ട്. അതേപോലെ തന്നെ സമഹനീതഷ്ടറ, വാങ്ങുന്നവരും അങ്ങനെ ശ്രദ്ധിക്കണം. കാരണം ഈ വ്യക്തിക്ക് ഈ വസ്തു വാങ്ങിയതിലൊരു പണം ചെലവായിട്ടുണ്ട്, അതിനേക്കാൾ താഴെ ചോദിച്ച് ഇടങ്ങേറാക്കുക, അവസാനം ഈ വസ്തു ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ച് നഷ്ടത്തിൽ വിൽക്കേണ്ടി വരിക, അതും പാടില്ല. വാങ്ങുന്നവനും മര്യാദ വേണം, വിൽക്കുന്നവർക്കും മര്യാദ വേണം. സമഹൻ ഇദഖ്തദ. ഇനി വല്ലവരോടും കടമിടപാടുണ്ടെങ്കിൽ അത് വീട്ടുന്നിടത്തും മാന്യത കാണിക്കുന്ന ആളുകളോട് അള്ളാഹു കാരുണ്യം കാണിക്കുന്ന.
അപ്പോൾ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നേടിയെടുക്കുന്ന വിഷയമാണ് അത് എന്ന് മനസ്സിലാക്കുക. ഏഴാമത്തത് സൂറത്തുൽ അറാഫിലെ 56 അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ആരാണ് മുഹ്സിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. ആ ദറജയിലെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് കരുതിയിട്ട് റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവർക്ക് എല്ലാ നന്മകളും നൽകുക, ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടിയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ചെയ്യുക. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്യുക, നബി പഠിപ്പിച്ച സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. അതേപോലെ തന്നെ മാതാപിതാക്കളടക്കം എല്ലാവർക്കും വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നി സബീൽ. മാതാപിതാക്കൾക്കും കുടുംബബന്ധമുള്ളവർക്കും അയൽവാസികൾക്കും, കുടുംബബന്ധമുള്ള അയൽവാസിക്കും കുടുംബബന്ധമില്ലാത്ത അയൽവാസിക്കും, വീടിൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരനും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇഹ്സാൻ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തൊട്ടടുത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈയൊഴിയില്ല. അവർക്ക് പരീക്ഷണങ്ങളുണ്ടാകും, പക്ഷേ അതിൻ്റെ എൻഡിൽ അള്ളാഹു ഒരു പോംവഴി അവർക്ക് കാണിച്ചു കൊടുക്കും. എല്ലായിടത്തും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് കാണാൻ കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവരാണോ? ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല. പക്ഷേ അതിൽ റിയാ വന്നാൽ, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അള്ളാഹു നമ്മെ കൈയൊഴിയും. എന്നാൽ ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചത്? നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹു സഹായിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങളെ അള്ളാഹു സഹായിക്കും. അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്, റസൂലുള്ള പറഞ്ഞത് സത്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. എട്ടാമത്തത് സൂറത്തുൽ അറാഫിലെ 204 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ശരിക്കും ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, അതൊരു വ്യക്തി ഖുർആൻ ഓതുന്നത് കേട്ടോ, നമസ്കാരത്തിൽ പ്രത്യേകിച്ച്, അതിനു പുറമെ ആളുകൾ നല്ല ഭംഗിയിൽ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ആ ഖുർആനിൻ്റെ സദസ്സിലിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വല്ല കേസറ്റിലോ മറ്റോ റെക്കോർഡഡ് ഓഡിയോ ഖുർആനിൻ്റെത് കേൾക്കുകയാണെങ്കിൽ അതും ഇതിൽ പെടുന്നതാണ്. കാരണം വൈദാ ഖുരിഅൽ ഖുർആൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ ഓതപ്പെട്ടാൽ അതിൻ്റെ മാധ്യമം ഏതാണെങ്കിലും ശരി, അങ്ങനെ ഓതുന്നത് കേട്ടാൽ ഫസ്തമിഉ ലഹു, അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കലാണ്. അതിനെ സഹായിക്കുന്നതാണ് രണ്ടാമത് പറഞ്ഞത് അൻസിതു, മിണ്ടാതിരിക്കണം, സൗണ്ട് ഉണ്ടാക്കാതെ സംസാരിക്കരുത്. ഇനി നിങ്ങൾക്ക് സംസാരിക്കുകയാണോ എങ്കിൽ ഖുർആൻ ഓത്ത് നിർത്തണം. CD പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യണം, സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പാടില്ല. ഒന്നുകിൽ മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ച് ഖുർആൻ കേൾക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓതാതിരിക്കുകയോ അത് ഓഫാക്കുകയോ വേണം. ഇങ്ങനെ മിണ്ടാതെ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, ആകാശലോകത്ത് മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കുന്ന ജിന്നുകൾ, ഈ ജിന്നുകളുടെ പണി സിഹ്ർ ചെയ്യുന്നവരെയും മറ്റും സഹായിക്കലാണ്. അപ്പോൾ ഉപരിലോകത്ത് നിന്ന് മലക്കുകൾ പറയുന്ന വാർത്തകൾ കേട്ടിട്ട് ജ്യോത്സ്യന്മാർക്കും ഭാവി പറയുന്നവർ പറയുന്നവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ആകാശത്തേക്ക് പോവാൻ പറ്റാതായപ്പോൾ ഇബ്ലീസ് പറഞ്ഞയച്ചതാണ് അവരെ. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഭൂമിയിൽ, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി. അങ്ങനെ നഖ്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതുമ്പോൾ ഈ ജിന്നുകൾ അവിടെ എത്തി. ആര്? ജിന്നുകൾ. ഇവരെന്തിനാ വന്നത്? ആകാശത്തേക്ക് പോകാൻ, ആ ഉൽമ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ കാരണം അന്വേഷിച്ച് വന്നതാണ്. നേതാവ് പറഞ്ഞയച്ചതാണ്. പക്ഷേ അവർ ചെയ്തതെന്താണ്? ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു. നബി ഖുർആൻ ഓതുന്നത് കേട്ട് ആ സദസ്സിലെത്തിയപ്പോൾ അവർ പരസ്പരം പറയാ അൻസിതു, എല്ലാവരും മിണ്ടാതെക്ക്, എല്ലാവരും. കാരണം അവർ കേൾക്കണത്, ആ ഖുർആനോത്ത് കേൾക്കുകയാണ്, ജിന്നുകളാണ്. പക്ഷെ അവർ പറഞ്ഞു അൻസിതു. അങ്ങനെ ആ ഖുർആൻ അവർ കേട്ടു. ഫലമ്മ ഖുദിയ വല്ലോ ഇലാ ഖൗമിഹിം മുൻദിരിൻ. അവിടെ വെച്ച് തന്നെ മുസ്ലിങ്ങളായി. എന്നിട്ട് പോവാണ് ജിന്നുകളുടെ അടുത്തേക്ക്. എന്നിട്ട് പറയാണ്, യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വഇലാ ത്വരീഖിൻ മുസ്തഖീം. സത്യത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്ന ഒരു ഖുർആൻ ഇത് കേട്ടിരിക്കുന്നു.
ഒരു സംഘം ജിന്നുകൾ മുസ്ലിമീങ്ങളായെന്ന് മാത്രമല്ല, അവർ ദഅവത്തുമായി ജിന്ന് വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ആ സദസ്സിൽ പോയി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടതാ ഖുർആൻ. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകും ഇൻഷാ അല്ലാഹ്. അതാണ് ലഅല്ലക്കും തുർഹമൂൻ. അതിൽ ഏറ്റവും വലിയ റഹ്മത്ത്, അപ്പോൾ വരെ ഫാസിക്കുകളായ ആ ജിന്നുകൾ ഉടനെ തന്നെ മുസ്ലിമീങ്ങളാവുമല്ലേ. അത് ഏറ്റവും വലിയ റഹ്മത്താണ്. നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരായത്തിൻ്റെ ഒരു ശകലം കേട്ടാൽ മതിയാവും. ചിലപ്പോൾ ഒരൊറ്റ വേർഡ്, ഖുർആൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ വേർഡ് മതിയാകും നമ്മൾ നന്നായി പോകാൻ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 9-ാമത്തത് അൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടണം. മഹാനായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഖാല യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ല അൽ ഹസന ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ് ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൂടെ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടൂലേ? അപ്പോൾ ഇസ്തിഗ്ഫാർ റഹ്മത്തിന് കാരണമായി തീരും. അതുകൊണ്ട് നിരന്തരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. 10-ാമത്തത് അഖീറൻ അദ്ദുആ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൂടി നേടിയെടുക്കണം. സൂറത്തു ആലു ഇമ്രാനിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അള്ളാഹുവേ നിന്നിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത് നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളമായി നൽകുന്നവനാകുന്നു. സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകൾ പറയുന്നില്ലേ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ, അള്ളാഹുവേ നിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേക കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. ഇങ്ങനെ റബ്ബിനോട് ദുആ ചെയ്യുകയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്താൽ റഹ്മാനായ റബ്ബിൻ്റെ വിശാലമായ ആ റഹ്മത്ത് നമുക്ക് ലഭിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.